പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ: 1, യേശുവിൽ സംജാതമായ രക്ഷ; 2, രക്ഷയുടെ നവയുഗം, സംജാതമായതിന്റെ ആനന്ദം; 3, ഈ ആനന്ദം പങ്കുവയ്ക്കുന്നതിനുള്ള തിടുക്കം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഒരു സൊറ്റീരിയോളജിക്കൽ ക്രിസ്റ്റോളജി, രക്ഷാശാസ്ത്രപരമായ ക്രിസ്തുദർശനം. ഈ രക്ഷാശാസ്ത്രപരമായ ക്രിസ്തുദർശനം അതേസമയം പരിശുദ്ധാത്മ പ്രവർത്തനത്തിന്റെ ഫലവുമാണ്. അതുകൊണ്ട് അതിനെ ന്യൂമറ്റോളജിക്കൽ ക്രിസ്റ്റോളജി എന്നും പറയും. റൂഹ വിജ്ഞാനീയപരമായ ക്രിസ്തുദർശനവും രക്ഷാശാസ്ത്രപരമായ ക്രിസ്തുദർശനവും. ഈ രക്ഷ സ്വീകരിച്ചനുഭവിക്കുക, ആനന്ദത്തോടെ പങ്കുവയ്ക്കുക, അതാണ് ക്രിസ്തു ശിഷ്യന്റെ ധർമ്മം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം 1:39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ്. 2 പ്രധാന സംഭവങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 1, മറിയം എലിസബത്തിനെ കാണാൻ പോകുന്നതും എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നതും. 2, പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം. 39-ാം വാക്യം മുതൽ നമുക്ക് ശ്രവിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അതായത് എലിസബത്തിന്റെ ഭവനത്തിലേക്ക് 70 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ആ പട്ടണത്തിൽ മറിയം എത്തേണ്ടത്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയത്തിന്റെ തിടുക്കത്തിന് കാരണം എന്താണ്? നമ്മൾ പരമ്പരാഗതമായി പലരും പറഞ്ഞു തന്ന് കേട്ടിട്ടുള്ളത്, മറിയം തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ അവളെ ശുശ്രൂഷിക്കാനായിട്ട് തിടുക്കത്തിൽ പോവുകയാണ്. പക്ഷെ നമ്മൾ ലൂക്ക 1:39 മുതൽ 56 വരെ വായിച്ചാൽ മറിയം അവിടെ ചെന്ന് എലിസബത്തിന് ശുശ്രൂഷ ചെയ്തെന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മറിയം സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇതാണ് നമ്മൾ ആദ്യം കാണുന്നത്. എന്താണ് മറിയത്തിന്റെ തിടുക്കം? ഒന്നാമതായി, മറിയത്തിൽ നിറഞ്ഞ രക്ഷയുടെ ആനന്ദം, പരിശുദ്ധാത്മ നിറവിന്റെ ആനന്ദം. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലിന്റെ പുതുയുഗം ആരംഭിച്ചപ്പോൾ മറിയത്തിന് അനുഭവപ്പെട്ട തിടുക്കം. എന്തിന്? ഈ രക്ഷാകര പ്രവർത്തനത്തിൽ, ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലിൽ തങ്ങളെയും പങ്കുകാരാക്കുന്നല്ലോ എന്നോർത്തുള്ള ആനന്ദം. ഇതറിഞ്ഞപ്പോൾ ഈ രക്ഷാകര പ്രവൃത്തിയിൽ ഉൾച്ചേരാനുള്ള തിടുക്കമാണ്. ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ അതിൽ ഉൾച്ചേരാനുള്ള ആനന്ദവും തിടുക്കവുമാണ് അവരിൽ നിറയുന്നത്. ഇത് പങ്കുവയ്ക്കാനുള്ള തിടുക്കം, പങ്കുവയ്ക്കാൻ പ്രഘോഷിക്കാനുള്ള തിടുക്കം. 41-ാം വാക്യത്തിൽ പറഞ്ഞു, മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു തുള്ളിച്ചാടുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സക്കറിയായോട് ദൈവദൂതൻ മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. ലൂക്ക് 1:15 സക്കറിയായോട് ദൈവദൂതൻ അറിയിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ഈ പ്രവചനം നിറവേറുകയാണ്. അപ്പോൾ മറിയത്തിന്റെ തിടുക്കം എന്താണ്? അവിടെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പ്രവചനം നിറവേറ്റാനായിട്ട് അവളെ മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആ തിടുക്കം, ദൈവാത്മാവ് ഉണർത്തിക്കുന്ന തിടുക്കം, ദൈവദൂതന്റെ പ്രവചനം നിറവേറ്റാൻ, ദൈവം തിരുമനസ് നിറവേറ്റാൻ കാത്തിരിക്കുന്നു. നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല ദൈവത്തിന്റെ ഈ ഇടപെടൽ ഉണ്ടാകുമ്പോൾ. അപ്പൊ യഥാർത്ഥത്തിൽ പ്രതിബന്ധങ്ങളെല്ലാം അകലും. 70 കിലോമീറ്റർ അകലെ യാത്ര ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകുമെന്നോ യാതൊരു ആകുലതയും മറിയത്തിന്റെ മനസ്സിൽ ഇവിടെ കാണുന്നില്ല. അതുപോലെ ഞാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നവളാണല്ലോ, ജോസഫിനെ ഉപേക്ഷിക്കത്തില്ലേ എന്നൊന്നും മറിയം ദൈവദൂതനോട് ചോദിച്ചുമില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് മറിയം ദൈവ തിരുഹിതത്തിന് തന്നെ സമർപ്പിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ അതുല്യ ശക്തി അവളിൽ ആവസിച്ചു.
ദൈവികമായ ചൈതന്യം അവളെ ഗ്രസിച്ചു, അവളിൽ നിറഞ്ഞു. അപ്പോൾ ഇനി അവൾ മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നത് വെറും സ്വാഭാവിക ചിന്തകളോടെയോ മാനുഷികമായ ഉദ്ദേശത്തോടെയോ ഒന്നുമായിരിക്കില്ല. ദൈവാത്മാവാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. വചനത്തോട് ആമേൻ പറഞ്ഞാൽ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേലും ആവർത്തിക്കും. അപ്പോൾ ദൈവാത്മ പ്രേരിതരായി നമ്മൾ ജീവിക്കും. അപ്പോ മറിയത്തിന്റെ തിടുക്കം, ദൈവത്തിന്റെ തിരുഹിതം പൂർത്തിയാക്കാനുള്ള ദൈവത്തിന്റെ ആ പ്രവചനം, ദൈവദൂതൻ അറിയിച്ചത് ദൈവത്തിന്റെ തിരുമനസ്. അതായത് സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. തനിക്ക് വഴിയൊരുക്കാനുള്ളവനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ, ദൈവ തിരുഹിതം നിറവേറ്റാനുള്ള തിടുക്കം, ആ പ്രവചനം നിർവഹിക്കപ്പെടാൻ മറിയം അറിയാതെ മറിയത്തെ ദൈവം നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവ തിരുഹിതത്തിന് വിധേയപ്പെട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇതുപോലെ ഇടപെടും. പരിശുദ്ധ മറിയത്തിന്റെ തിടുക്കത്തിൽ ഒരു തലം കൂടെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ദൈവം പ്രവർത്തിക്കുന്ന വിസ്മയനീയ കാര്യങ്ങൾ അറിയുമ്പോൾ അവർ ഒന്നുചേർന്ന് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താൻ ആഗ്രഹിക്കും, ദൈവത്തെ പ്രകീർത്തിക്കുവാനും മഹത്വപ്പെടുത്തുവാനും. മറിയത്തിന്റെ സ്തോത്ര ഗീതത്തിൽ നമ്മൾ ദർശിക്കുന്നത് അതാണ്. തന്റെ ചാർച്ചക്കാരിയോട് ഒന്നു ചേർന്ന് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താൻ, ദൈവത്തെ പ്രകീർത്തിക്കാൻ അവളുടെ അന്തരംഗം തുടിക്കുകയാണ്. ഈ നാനാവിധ തിടുക്കത്തോടെയാണ് അവൾ പോകുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ രൂപമൊന്നും മറിയം കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ചുറച്ചൊന്നുമല്ല പോകുന്നത്. മറിയത്തെ ദൈവം മുന്നോട്ട് നയിക്കുകയാണ്, ദൈവാത്മാവ് നയിക്കുകയാണ്. അപ്പോൾ ദൈവദൂതന്മാർ പാളയമടിച്ചവളെ സംരക്ഷിച്ചായിരിക്കും മുന്നോട്ട് നയിച്ചത്. ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിൽ തീർച്ചയായും. കാരണം ദൈവിക പദ്ധതി നിറവേറ്റാനാണ് അവൾ ഇറങ്ങിത്തിരിച്ചത്. പ്രിയമുള്ളവരെ, ഈ തിടുക്കം നമുക്കുണ്ടോ? നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, ദിവ്യകാരുണ്യനാഥനെ സ്വീകരിക്കുമ്പോൾ ഈ തിടുക്കം നമ്മളിലും ഉണ്ടാകേണ്ടതാണ്. കാരണം അത്യുന്നതന്റെ ശക്തി നമ്മളിൽ ആവസിക്കുകയാണ്. കർത്താവ് നമ്മളിൽ അലിഞ്ഞു ചേരുന്നു, നമ്മെ അവനിൽ ഒന്നാക്കി തീർക്കുന്നു. അപ്പൊ ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ആ അനുഭവത്തിലേക്ക് നമ്മൾ വരും. നമുക്ക് എലിസബത്തിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. 41 മുതലുള്ള വാക്യങ്ങൾ. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എലിസബത്ത് യേശുവിനെ വിളിക്കുകയാണ് എന്റെ കർത്താവ്. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. എന്റെ കർത്താവ്. ഇനി എന്റെ കർത്താവ് എന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയെ അവൾ അഭിസംബോധന ചെയ്തു. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ദൈവജനനിയായി, കർത്താവിന്റെ അമ്മയായി ആദ്യം ഏറ്റുപറഞ്ഞത് എലിസബത്ത്. അപ്പൊ ഇവിടെ ക്രിസ്തു വിജ്ഞാനീയവും മരിയ വിജ്ഞാനീയവും ഒരുമിച്ച് ചേരുകയാണ്. അല്ലെങ്കിൽ ക്രിസ്റ്റോളജിയും മരിയോളജിയും ഒരുമിച്ച് ചേരുകയാണ്. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണെന്നാണ് ആദ്യം പറഞ്ഞത്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയും, എന്നെക്കാൾ വലിയവൻ, എന്നെക്കാൾ ശക്തനായവനെന്ന്. സ്നാപക യോഹന്നാന്റെ അമ്മ എലിസബത്ത് വിസ്മയത്തോടെ പറയുകയാണ്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരാൻ ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദനത്തിന്റെ സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ഇത് മെസ്സയാനിക യുഗം സമാഗതമായതിന്റെ ആനന്ദം, രക്ഷയുടെ നവയുഗം സമാഗതമായതിന്റെ ആനന്ദം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയത്തെ എലിസബത്ത് പ്രകീർത്തിക്കുമ്പോൾ, ഒന്നാമത്
സ്ത്രീകളിൽ അനുഗ്രഹീത നീ. 2, എന്റെ കർത്താവിന്റെ അമ്മ. 3, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവദൂതൻ സക്കറിയായോട് അറിയിച്ചിരുന്നത് പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറുകയാണ്. ഇത് മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലോചിച്ചു വരുന്ന ആനന്ദമൊന്നുമല്ല. ഈ അനുഭവത്തിൽ നമ്മൾ ആയിത്തീരുമ്പോൾ തമ്പുരാൻ പ്രവർത്തിക്കുന്നതാണ്. അതിന്റെ ആനന്ദമാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. തനിക്ക് സാക്ഷ്യം വഹിക്കേണ്ടവനെ യേശു തമ്പുരാൻ തന്നെ അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് യേശുവിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് ആത്മാവിനാൽ നിറയ്ക്കുകയാൽ യേശു. അങ്ങനെ പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറഞ്ഞാണ് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് തുടർന്ന് യേശുവിന്റെ ജനന സമയം മുതൽ അങ്ങോട്ട് തനിക്ക് സാക്ഷ്യം നൽകാനുള്ള പലരെയും ഈ ദിവ്യ ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നുണ്ട്. ഉദാഹരണം, ശിമയോൻ, അന്ന, ആട്ടിടയന്മാർ, ഇവരൊക്കെ ദൈവാത്മാവിനാൽ ആനന്ദത്താൽ പൂരിതരാകുന്നത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷത്തിലൂടെ നമ്മൾ രക്ഷയുടെ നവയുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇത് ധ്യാന പഠന വിഷയമാക്കുന്ന നമ്മളും ഈ രക്ഷയുടെ ആനന്ദത്തിൽ നിറയണം. 46 മുതലുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവാനുഭവം സിദ്ധിച്ച 2 പേർ ഒരുമിച്ച് ചേരുമ്പോൾ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുന്നത് ശ്രദ്ധിച്ച്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ബൈബിളിൽ ദൈവത്തിന്റെ ദാസരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുഹിതം പൂർത്തിയാക്കുവാൻ പരിപൂർണമായി സമർപ്പിക്കുന്നവരാ. അമ്മ തന്നെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് സമർപ്പിച്ചവളാണ്. ഇവിടെ പറയുന്നു തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നമ്മൾ പാരമ്പര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, പരിശുദ്ധ മറിയം പ്രാർത്ഥിച്ച് കാത്തിരുന്നു. എന്തിനാ? രക്ഷകന്റെ അമ്മയാകാനല്ല, രക്ഷകന്റെ അമ്മയാകാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന കന്യകയ്ക്ക് ദാസ്യവേല ചെയ്യാൻ. അങ്ങനെ ആ ശിശുവിനെ ഒന്ന് കൈകളിൽ എടുക്കാൻ ഈ ഭാഗ്യത്തിനായി അവൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. അവളുടെ താഴ്മ കർത്താവ് ദർശിച്ചു. അതെ, ഈ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഓൾറെഡി ഭാഗ്യവതി എന്ന് എലിസബത്ത് പ്രകീർത്തിച്ചു കഴിഞ്ഞു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തെ ശക്തനായവനെന്ന് പഴയ നിയമത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിയമാവർത്തനം 10:21 പറഞ്ഞിട്ടുണ്ട് ശക്തനായവനെന്ന്. അതുപോലെ സങ്കീർത്തനം 24:8 ദൈവത്തെ ശക്തനായവനെന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. 71:19 ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി സർവശക്തനായ ദൈവമാണ്, അത്യുന്നതനും മഹോന്നതനും സർവശക്തനുമായ ദൈവം. മറിയം ഉദ്ഘോഷിക്കുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കും. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എന്റെ മേൽ കരുണ വർഷിച്ചെന്നല്ല മറിയം പറയുന്നത്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകളോളം അവിടുന്ന് കരുണ വർഷിക്കും. തമ്പുരാന്റെ സാർവത്രിക രക്ഷയുടെ പ്രതിഫലനങ്ങൾ ഈ വാക്കിലും കാണുന്നില്ലേ? തലമുറകളോളം അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു. ശരിക്കും ഒരു റാഡിക്കൽ ലിബറേറ്റീവ് ചിന്താഗതിയിൽ സംസാരിക്കുന്നത് പോലെ ആ വാക്കുകൾ നോക്കിയേ. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു.
ദൈവത്തിന്റെ ആ പ്രവൃത്തികളെ മറിയം ഉദ്ഘോഷിക്കുന്നത്. 54-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം, യാക്കോബിനോട് ചെയ്ത ഉടമ്പടി, ആ വാഗ്ദാനം അതാണ് ഇവിടെ പറയുന്നത്. തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസ്മരിച്ചു തന്നെ. അബ്രഹാം മുതല് ഇസഹാക്ക്, യാക്കോബ്, ദാവീദിന്റെ ഗോത്രത്തിൽ പിറക്കുന്ന ശിശുവിനെ കുറിച്ചാണല്ലോ മറിയത്തോട് മംഗളവാർത്ത അറിയിച്ചത്. അപ്പോ മറിയത്തോട് പറഞ്ഞ ഈ വാക്കുകളെ അമ്മ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം വരെ കണക്ട് ചെയ്യുകയാണ്. അപ്പൊ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുമൊഴികൾ പരസ്പരം ബന്ധിപ്പിക്കാൻ. അത് പരിശുദ്ധാത്മാവ് നൽകിയ കൃപാവരമാണ്. 1 സാമുവേൽ 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഹന്നായുടെ ഒരു സ്തോത്രഗീതം കാണുന്നുണ്ട്. അത് ഈ മറിയത്തിന്റെ സ്തോത്രഗീതത്തോട് സമാനതകൾ ഉള്ളതാണ്. ഇസ്രായേലിന്റെ ശൈലിയായിരുന്നു ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രഗീതം പാടുക. അപ്പൊ പരിശുദ്ധ അമ്മ പാടിയ ആ സ്തോത്രഗീതത്തിൽ ആദ്യ ഭാഗം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൽ അനുഭവിക്കുന്ന ആനന്ദം എടുത്തു പറയുകയാണ്. രണ്ടാമതായി തനിക്ക് ചെയ്തു തന്ന ഭാഗ്യം, ദൈവം തന്നോട് കാട്ടിയ കൃപ എടുത്തു പറയുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറിയം മൂന്നാമതായിട്ട് അവൾക്ക് മാത്രമല്ല തലമുറകളോളം അവിടുന്ന് ചെയ്യുന്ന അവിടുത്തെ പ്രവൃത്തികളെ ഓർത്ത് സകലരോടും കാണിക്കുന്ന പ്രകടമാക്കുന്ന കാരുണ്യത്തെ കുറിച്ച്, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അത് അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനം അനുസ്മരിച്ചാണ്. യാക്കോബിനോട് അവിടുന്ന് അരുളി ചെയ്തിട്ടുള്ളത് അനുസ്മരിച്ചുകൊണ്ടാണ്. ഉടമ്പടി വാഗ്ദാനങ്ങളിൽ കാണുന്നത് ദൈവത്തിന്റെ കാരുണ്യമാണ്. ഉടമ്പടി നിറവേറ്റുന്നതിൽ കാണുന്നത് അവിടുത്തെ വിശ്വസ്തത. ജനം അവിശ്വസ്തരായാലും അവിടുന്ന് വിശ്വസ്തനായി നിലകൊള്ളുന്നു. അത് തന്നെയാണ് ഈ അമ്മ പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിന്റെ കാരുണ്യവും വിശ്വസ്തതയും. അതാണ് 54-55 വാക്യങ്ങളില് പരിശുദ്ധ അമ്മ എടുത്തു പറയുന്നത്. ദൈവത്തിന്റെ വിസ്മയനീയ പ്രവൃത്തികളെ ഇപ്രകാരം ആത്മാവിനാൽ പ്രേരിതയായി ഉദ്ഘോഷിക്കുകയാണ്. ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മയുടെ ചിത്രം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഇടയിലും ഇതുപോലെ രക്ഷയുടെ ഒരു നവയുഗം സംജാതമാകണം. പരിശുദ്ധ മറിയം എലിസബത്തിന്റെ അടുത്ത് വന്നപ്പോൾ എലിസബത്തും എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശുവും ഇതുപോലെ പരിശുദ്ധാത്മ നിറയാൻ കാരണമായെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കണം? ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരല്ലേ നമ്മൾ? സാക്ഷാൽ യേശു മിശിഹായെ പരിശുദ്ധ കുർബാനയിലൂടെ ദിവസവും സ്വീകരിക്കുന്നു നമ്മൾ. അങ്ങനെ ദൈവാത്മ നിറവുള്ളവരായി തീരുന്നു. നമ്മൾ ആരെയെല്ലാം സന്ദർശിച്ചാലും ആരുടെ പക്കലെല്ലാം പോയാലും അവിടെയെല്ലാം ഈ ആത്മ നിറവ് പ്രദാനം ചെയ്യേണ്ടവരല്ലേ? ഈ വിധത്തിൽ ഒരു ജീവിത ശൈലി നമുക്ക് സാധിക്കുമോ? ഓരോ വ്യക്തികളും പ്രത്യേകമായിട്ട് ഓർക്കണം ഇത്. എന്റെ സാന്നിധ്യത്തിൽ അനേക ക്രിസ്തുവിന്റെ ചൈതന്യത്താൽ നിറയാനിടയാകണം. യേശുവിലൂടെയുള്ള രക്ഷാകര പ്രവൃത്തികൾ ഇന്ന് നമ്മുടെ ഇടയിൽ നിറവേറണം. അതിന് നമ്മുടെ ജീവിതം ഹേതുവാകണം. അസാധ്യ കാര്യങ്ങൾ സുസാധ്യമാക്കുന്ന ദൈവം, അവിടെ ദൈവത്തിന്റെ കരുണയുടെ ഇടപെടൽ, ദൈവത്തിന്റെ രക്ഷാകര ഇടപെടൽ, മനുഷ്യന്റെ പരാജയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ, ദൈവഹിതം നിർവഹിക്കപ്പെടാൻ നമ്മളെ ദൈവമാണ് ചലിപ്പിക്കുന്നത്. മറിയത്തെ പരിശുദ്ധാത്മാവാണ് ചലിപ്പിച്ചത്. ദൈവനിശ്ചിത ലക്ഷ്യമനുസരിച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ദൈവം മനുഷ്യ ചരിത്രത്തിലും വ്യക്തി ജീവിതങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതങ്ങളെ സർവശക്തന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് എടുത്തുപയോഗിക്കട്ടെ. വചനത്തിന്റെ അന്തരാർത്ഥം ഇപ്രകാരം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ തരാനായി പ്രാർത്ഥിക്കാം. വെറും സ്വാഭാവിക തലത്തിൽ നമുക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കുന്ന ശൈലി ഉപേക്ഷിച്ചിട്ട് വചനത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രിയമുള്ളവരെ,
ഈ വചനഭാഗം നമ്മൾ ശ്രവിച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ അന്തരാർത്ഥം മനസ്സിലാക്കിയപ്പോൾ സാധാരണ നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥമൊക്കെ എത്ര വെറും പെരിഫറലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ പലപ്പോഴും വചനത്തെ നമ്മുടെ സ്വാഭാവികമായ ആവശ്യങ്ങളും ബാഹ്യമായ അർത്ഥതലത്തിൽ നിന്നൊക്കെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. ഇതിന്റെ അന്തരാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാറില്ല. സർവശക്തൻ വചനത്തിന്റെ പൊരുൾ അറിയാനും അതിന്റെ അന്തരാർത്ഥത്തിലേക്ക് പ്രവേശിക്കാനും നമ്മെ സഹായിക്കട്ടെ. ഈ അന്തരാർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുഭവിക്കുവാൻ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ, വചനത്തിന്റെ ശക്തിയാൽ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ദൈവാത്മ പ്രേരിതമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പൊന്നുനാഥനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവാത്മ നിറവിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വപൂർണമായ പുനരാഗമനത്തിന് വഴിയൊരുക്കുവാൻ ഞങ്ങളെയും അങ്ങയുടെ പൊൻകരങ്ങളിലെ ഉപകരണങ്ങളാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.